സിന്ദൂരരേഖ ഭാഗം 122. അത് പറഞ്ഞ് അവൾ വീണ്ടും വിങ്ങിപ്പൊട്ടുന്നത് കണ്ടിട്ട് പോലും മനുവിന് ഒരു മനസ്സലിവും തോന്നുന്നുണ്ടായിരുന്നില്ല. ശരി, ആ രാത്രിയിൽ അവർ നിന്നെ ചതിച്ചു. നീ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കെതിരെ മൊഴി നൽകി എൻ്റെ ജീവിതം തകർത്തു. അതൊക്കെ കഴിഞ്ഞിട്ടും അതിനുശേഷവും നീ എന്തിനാടി വീണ്ടും എൻ്റെ പുറകെ വന്നത്? എന്നെ ഇത്രയും കാലം വേട്ടയാടാൻ നിനക്കെങ്ങനെ തോന്നി? മനുവിൻ്റെ ശബ്ദം വീണ്ടും ആ മുറിയിൽ ഇടിമുഴക്കം പോലെ ഉയർന്നു. അനവദ്യ അവനെ നിസ്സഹായയായി ഒന്ന് നോക്കി. നിവർത്തികേട് കൊണ്ടാണ് സാർ, എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു. അവൾ വിതുമ്പലോടെ വീണ്ടും അവനോട് തുടർന്നു. അന്ന് ആ സംഭവങ്ങൾക്കെല്ലാം ശേഷം എന്നെയും അച്ഛനെയും അമ്മയെയും അവർ തന്നെ തൃശ്ശൂർ അടുത്തുള്ള ഒരു ഉൾഗ്രാമമായ വെള്ളൂരിലേക്ക് മാറ്റി. അപ്പോഴും സിറിലും സാമുവലും തരാമെന്ന് പറഞ്ഞ 30 ലക്ഷത്തിൽ പകുതി പോലും തന്നില്ല. അവർ ഞങ്ങളെ ചതിക്കുമായിരുന്നു. പണമില്ലാത്തത് കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടന്ന എൻ്റെ അച്ഛന് കൃത്യമായിട്ട് സർജറി നടത്താൻ പറ്റിയില്ല. അച്ഛൻ ഞങ്ങളെ തനിച്ചാക്കി പോയി. അവൾ ശ്വാസം എടുക്കാൻ പണിപ്പെട്ടുകൊണ്ട് അവനോട് തുടർന്നു. അച്ഛൻ്റെ മരണത്തോടെ ഞാനും അമ്മയും ആകെ തകർന്നു. ആ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഞങ്ങൾ അവിടുന്ന് അവരറിയാതെ നാട് വിട്ട് ബാംഗ്ലൂരിലേക്ക് മാറി താമസിച്ചു. പക്ഷേ അപ്പോഴേക്കും ഞാൻ ഗർഭിണിയാണെന്ന സത്യം ഞാൻ അറിഞ്ഞു. സാമുവൽ എന്ന ആ മൃഗം എന്നെ നശിപ്പിച്ചതിൻ്റെ ഫലമായിരുന്നു അത്. എൻ്റെ വയറ്റിൽ വളരുന്നത് ആ ദുഷ്ടൻ്റെ ചോരയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് മരിക്കാൻ പോലും തോന്നിപ്പോയി. എങ്കിലും അന്നേരം മരിക്കാനുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നു. ബാംഗ്ലൂരിൽ വെച്ചാണ് എനിക്കൊരു ആൺകുഞ്ഞ് ജനിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ദുരിതം അവിടെയും തീർന്നില്ല. എനിക്കൊരു കുട്ടിയുണ്ടായ വിവരം എങ്ങനെയോ സിറിൽ അറിഞ്ഞു. അവർ ബാംഗ്ലൂരിലെ ഞങ്ങളുടെ വാടക വീട് തിരഞ്ഞു പിടിച്ചു വന്നു. ആ കുഞ്ഞ് സ്വന്തം ചോരയാണെന്ന് അവന് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. എന്നിട്ടും ആ പിഞ്ചു കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ വീണ്ടും മാനവവർമ്മയെ വിളിച്ച് ശല്യം ചെയ്യണം, അവൻ്റെ ജീവിതം ഇനിയും തകർക്കണമെന്ന്. പക്ഷേ അപ്പോഴേക്കും എനിക്ക് വലിയ കുറ്റബോധം തോന്നിയിരുന്നു. ഞാനതിന് പറ്റില്ല എന്ന് തന്നെ എതിർത്ത് തീർത്ത് പറഞ്ഞു അവരോട്. ഒത്തിരി തവണ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കി. കുറേ നാൾ അവരുടെ കണ്ണിൽ പെടാതെ ഞാനും അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഒളിച്ചു ജീവിക്കുമായിരുന്നു. പക്ഷേ സാറിൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞതോടെ അവർ വീണ്ടും എന്നെ വേട്ടയാടാൻ തുടങ്ങി. സാറിനെ മെൻ്റലി തളർത്താൻ വേണ്ടി കല്യാണത്തിൻ്റെ തലേ ദിവസം സാറിൻ്റെ ഫോണിലേക്ക് ഐ എം വെയിറ്റിംഗ് ഫോർ യു എന്ന് മെസ്സേജ് അയക്കാൻ സിറിലാണ് എന്നോട് ആവശ്യപ്പെട്ടത്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവനോർത്ത് ഞാൻ ആ ഒരൊറ്റ മെസ്സേജ് അയച്ചു. പക്ഷേ അതിനുശേഷം എൻ്റെ മനസ്സെന്നെ വല്ലാതെ കുറ്റപ്പെടുത്തി. ഞാൻ സാറിനെ തകർക്കാനില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് പിന്നീട് ഞാൻ മെസ്സേജൊന്നും അയച്ചതേയില്ല. മനുവിൻ്റെ മനസ്സിലേക്ക് കല്യാണത്തലേന്ന് വന്ന ആ മെസ്സേജിൻ്റെ ഓർമ്മകൾ കടന്നു വന്നു. അവൻ്റെ മുഖത്തെ കടുപ്പം ഒരൽപ്പം ഒന്ന് കുറഞ്ഞു. പിന്നെങ്ങനെ നീ ഹൈദരാബാദിലെത്തി? മനു വീണ്ടും കടുപ്പം ഒട്ടും കുറയ്ക്കാതെ തന്നെ ഗൗരവത്തിൽ അവളോട് ചോദിച്ചു. സാറും വൈഫും കൂടി ഹൈദരാബാദിലേക്ക് മാറുന്നുണ്ടെന്ന് സാമുവലിൻ്റെ ആളുകൾ അറിഞ്ഞിരുന്നു. സാറിനെ എപ്പോഴും ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് അവരെന്നെയും കുടുംബത്തെയും നിർബന്ധിച്ച് ഹൈദരാബാദിലേക്ക് മാറ്റി താമസിപ്പിച്ചു. സാറ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വാച്ച് ചെയ്യാൻ എന്നെ അവർ ഏൽപ്പിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ അവരുടെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് അവരുടെ വാക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു സാർ. അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ സംസ്കൃതിയെ അന്ന് ഫോണിൽ വിളിച്ചത്. അങ്ങനെ ചെയ്തപ്പോഴും പരമാവധി അവരുടെ പ്ലാനുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത് എല്ലാം കൈവിട്ടു പോയി സാർ. അനവദ്യ അത് പറഞ്ഞപ്പോഴേക്കും കരഞ്ഞുപോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയപ്പോൾ അന്നേരം കണ്ടത് ബോധമില്ലാതെ തറയിൽ കിടക്കുന്ന എൻ്റെ അമ്മയാണ്. തൊട്ടിലിൽ കിടന്ന എൻ്റെ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു. ഞാൻ ഭ്രാന്ത് പിടിച്ച് ഒച്ച വെച്ചപ്പോഴാണ് സാമുവലിൻ്റെ ഫോൺ വരുന്നത്. എൻ്റെ കുഞ്ഞിനെ അവർ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവൾ അത് പറഞ്ഞു വിതുമ്പി. അവൻ്റെ ജീവൻ വേണമെങ്കിൽ ഒരു തവണ കൂടി സംസ്കൃതിയെ വിളിച്ച് സംസാരിക്കണം എന്നതായിരുന്നു സാമുവലിൻ്റെ ഡിമാൻഡ്. ഞാൻ അയാളോട് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചു. ഞാനില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവരെൻ്റെ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഒരമ്മയായി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല സാർ. അവൾ 2 കൈകളും കൂപ്പി മനുവിൻ്റെ കാൽക്കലേക്ക് വീണു. അതുകൊണ്ടാണ് അന്ന് ഞാൻ സംസ്കൃതിയെ വിളിച്ച് എൻ്റേത് സാറിൻ്റെ കുഞ്ഞാണെന്നൊക്കെ കള്ളം പറഞ്ഞത്. ഫോൺ വെച്ച ഉടനെ അവരെൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തന്നു. പക്ഷേ ആ വിളി കാരണം സംസ്കൃതിക്ക് ബോധം നഷ്ടപ്പെടുമെന്നോ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു കുഞ്ഞ് നഷ്ടപ്പെടുമെന്നോ ഒന്നും ഞാൻ കരുതിയിരുന്നില്ല സാർ. ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. ഒന്നുമില്ലെങ്കിലും ഞാനും ഒരമ്മയല്ലേ. എനിക്ക് അങ്ങനെ ഒരു പാപം ചെയ്യാൻ കഴിയില്ല. അനവദ്യ ആ ഇരുണ്ട മുറിയിലിരുന്ന് വല്ലാത്ത പശ്ചാത്താപത്തോടെ കരഞ്ഞുകൊണ്ടിരുന്നു. വഞ്ചനയുടെയും പ്രതികാരത്തിൻ്റെയും ഈ കളിയിൽ യഥാർത്ഥത്തിൽ ക്രൂരത അനുഭവിച്ചത് താൻ മാത്രമല്ല, മറിച്ച് ഈ പെണ്ണും അവളുടെ കുഞ്ഞുമൊക്കെ ആയിരുന്നു എന്ന സത്യം മനുവിനെ ആകെ ഉലച്ചു കളഞ്ഞു. സാമുവലിൻ്റെയും സിറിലിൻ്റെയും പൈശാചികതയുടെ ആഴം അവൻ ഭയത്തോടെ തിരിച്ചറിഞ്ഞു. അവൻ പതിയെ പോക്കറ്റിൽ നിന്നും തൻ്റെ ഫോൺ പുറത്തെടുത്തു. നാട്ടിലുള്ള സൂര്യൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുമ്പോൾ മനുവിൻ്റെ കൈകൾ ദേഷ്യം കൊണ്ടും പ്രതികാരം കൊണ്ടും വിറയ്ക്കുന്നുണ്ടായിരുന്നു.
സൂര്യൻ ഫോൺ അറ്റൻഡ് ചെയ്തതും മനു ഒട്ടും സമയം കളയാതെ കാര്യങ്ങളിലേക്ക് കടന്നു. അനവദ്യ വെളിപ്പെടുത്തിയ ഓരോ രഹസ്യങ്ങളും സാമുവലും സിറിലും ചേർന്ന് നടത്തിയ ഓരോ വൃത്തികെട്ട കാര്യങ്ങളും അവൻ സൂര്യനോട് വിശദീകരിച്ചു. ഫോണിന്റെ മറുതലയ്ക്കൽ സൂര്യൻ നിശബ്ദതയോടെയാണ് അവൻ പറയുന്നതെല്ലാം കേട്ടത്. സൂര്യ, നീ കേൾക്കുന്നുണ്ടോ? അവൾ പറയുന്നത് വിശ്വസിക്കാനായിട്ട് എനിക്ക് പോലും അല്പം പാടാണ്. പക്ഷേ അവൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഈ കളിയുടെ യഥാർത്ഥ സൂത്രധാരന്മാർ ആ സാമുവലും സിറിലുമാണ്. എൻ്റെ ജീവിതം മാത്രമല്ല, മറിച്ച് ഈ പെണ്ണിന്റെ ജീവിതവും അവർ വെച്ച് കളിക്കുമായിരുന്നു. മനുവിന്റെ ശബ്ദത്തിൽ ദേഷ്യവും പകയും കലർന്നിരുന്നു. ഫോണിന്റെ മറുതലയ്ക്കൽ സൂര്യൻ ദീർഘമായൊന്ന് ശ്വാസം വലിച്ചുവിട്ടു. മനു, അവൾ പറയുന്നത് കേട്ട് നീ പെട്ടെന്ന് ഇമോഷണൽ ആവരുത്. അനവദ്യ മുൻപ് നിന്നെ ചതിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവളിപ്പോൾ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കുവാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഉടനെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. ഫോൺ കട്ട് ചെയ്ത ശേഷം സൂര്യൻ ഒട്ടും സമയം കളഞ്ഞില്ല. തന്റെ കസ്റ്റഡിയിലുള്ള സിറിലിനെയും സാമുവലിനെയും ചോദ്യം ചെയ്യാനായി അവൻ ലോക്കപ്പിലേക്ക് നടന്നു. അനവദ്യ പറഞ്ഞ തൃശ്ശൂരിനടുത്തുള്ള വെള്ളൂർ എന്ന ഗ്രാമത്തെക്കുറിച്ചും ബാംഗ്ലൂരിലെ തട്ടിക്കൊണ്ടുപോകലിനെക്കുറിച്ചും സൂര്യൻ തന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ വിട്ട് രഹസ്യമായി അന്വേഷിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞിരുന്നു. സൂര്യൻ ദേഷ്യത്തോടെ തന്നെ ലോക്കപ്പിന് മുന്നിലെത്തി. സാമുവലും സിറിലും അപ്പോഴും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് പുറത്തിറങ്ങാം എന്ന ഭാവത്തിൽ ധിക്കാരത്തോടെ തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. അവർ സൂര്യനെയും അതേ ദേഷ്യത്തോടെ നോക്കി. എന്താ മിസ്റ്റർ സൂര്യൻ, ഇനിയും ഞങ്ങളെ വെറുതെ ഇരിക്കാനാണോ ഭാവം? ഒരു തെളിവുമില്ലാതെയാണ് നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. സാമുവൽ അവനോട് പുച്ഛത്തോടെ പറഞ്ഞു. സൂര്യൻ ഒരു കസേര വലിച്ചിട്ട് അവർക്ക് മുന്നിലേക്കിരുന്നു. അവന്റെ മുഖത്ത് ഒരു വന്യമായ പുഞ്ചിരി തെളിഞ്ഞു. തെളിവില്ലെന്നോ? തെളിവുകളിപ്പോൾ കുന്നുകൂടുകയാണ് സാമുവൽ. അനവദ്യ ഇപ്പോൾ എവിടെയുണ്ടെന്നറിയാമോ? ഹൈദരാബാദിൽ, മനുവിന്റെ മുന്നിൽ. അവളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് സൂര്യൻ അനവദ്യ എന്ന പേര് പറയുന്നത് കേട്ടതും സിറിലിന്റെ മുഖത്ത് ഒരു നിമിഷം പരിഭ്രാന്തി മിന്നിമറഞ്ഞു. എങ്കിലും സാമുവൽ അതത്ര പുറത്തു കാണിക്കാതെ പിടിച്ചു നിന്നു. അനവദ്യയോ? ഏതനവദ്യ? അവൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാല് അത് സത്യമാകുമോ? അവൾക്ക് മാനവിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നതാണ്. അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നതല്ലേ. ആ കള്ളക്കഥയൊക്കെ കഴിഞ്ഞു സാമുവൽ. സൂര്യൻ മേശപ്പുറത്ത് കൈകൊണ്ട് ശക്തമായിട്ടൊന്ന് അടിച്ചു. അവന്റെ ശബ്ദം ലോക്കപ്പിലാകെ മുഴങ്ങി. അവളെ ഹോട്ടൽ മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തതും ആ വീഡിയോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് മനുവിനെതിരെ കള്ളക്കേസ് കൊടുപ്പിച്ചതും നീയാണ്. പോരാത്തതിന് കനത്ത മഴയുള്ള ആ രാത്രിയിൽ അവൾ മരിക്കാൻ വേണ്ടി കാറിന്റെ മുന്നിലേക്ക് തള്ളിവിട്ടത് നിന്റെ ഈ പ്രിയപുത്രൻ സിറിലും. പണം കൊടുക്കാതെ ചതിച്ചത് കൊണ്ട് അവളുടെ അച്ഛൻ ചികിത്സ കിട്ടാതെ മരിച്ചതും പിന്നീട് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും വെച്ച് ആ പിഞ്ചു കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെച്ച് നീ അവളെ ഭീഷണിപ്പെടുത്തിയതുമെല്ലാം അവൾ വള്ളി പുള്ളി തെറ്റാതെ മാനവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്നും കരുതണ്ട. സൂര്യൻ ആ തുടരെയുള്ള ചോദ്യങ്ങളും കൃത്യമായ വിവരങ്ങളും കേട്ടപ്പോൾ സിറിലാകെ തളർന്നുപോയി. പോലീസിന് തങ്ങളുടെ രഹസ്യ നീക്കങ്ങളെല്ലാം മനസ്സിലായി എന്നവന് ബോധ്യമായി. പറയട സാമുവലെ, നിന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ചാണോ നീ ആ പെണ്ണിനെ ഇങ്ങനെയൊക്കെ ചെയ്തത്? സൂര്യൻ സിറിലിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് അവന് നേരെ അലറി. ഉള്ളിൽ കയറിയതും സാമുവൽ സിറിലിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. സിറിൽ തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ തങ്ങൾക്കിനി രക്ഷയില്ലെന്ന് സാമുവലിന് മനസ്സിലായി. അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ സത്യം വിളിച്ചു പറയാൻ തുടങ്ങി. ഇനിയും സത്യം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കൊല്ലും നിങ്ങളെ രണ്ടിനെയും. സൂര്യൻ ഭീഷണി മുഴക്കി. അപ്പോഴും ആരും ഒന്നും മിണ്ടാതെ വെറുതെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ കേസ് ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പുറം ലോകം അറിഞ്ഞാൽ നിന്നെയൊക്കെ ചിലപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ തന്നെ കൊല്ലും. അല്ലെങ്കിൽ മനു നിന്നെയൊക്കെ കൊല്ലും. വെറുതെ മരണം ഇരന്ന് വാങ്ങാൻ നിൽക്കണ്ട. പറയടാ സത്യം. സൂര്യൻ ഇരുന്നിരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ ശബ്ദത്തിന്റെ ടോൺ മാറിയതും സാമുവൽ ആകെ വിളറി. സൂര്യൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും തൻ്റെ നേർക്കാണ് വന്നിരിക്കുന്നത് എന്നവന് മനസ്സിലായി. സാർ, ഞാൻ തനിച്ചല്ല ഇതൊന്നും ചെയ്തത്. പപ്പ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. മാനവിൻ്റെ ഹോസ്പിറ്റലും കരിയറും തകർത്താലേ നമ്മുടെ ബിസിനസ് വളരുമെന്ന് പപ്പ പറഞ്ഞു. അനവധിയെ ഉപയോഗിച്ച് കേസ് കൊടുത്തത് ഞങ്ങൾ തന്നെയാണ് സാർ. മാനവിൻ്റെ വൈഫിനെ വിളിക്കാൻ പറഞ്ഞത് അവളുടെ കൊച്ചിനെ മാറ്റിവെച്ചത് ഞങ്ങൾ തന്നെയാണ്. എന്നെ ഒന്നും ചെയ്യരുത് സാർ. സാമുവലിൻ്റെ ആ തുറന്നു പറച്ചിൽ കേട്ടതും സിറിൽ കണ്ണുകൾ അടച്ചു. തങ്ങളുടെ സാമ്രാജ്യം തകർന്നടിഞ്ഞു എന്നയാൾക്ക് മനസ്സിലായി. അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി സത്യമാണെന്ന് സൂര്യന് ബോധ്യപ്പെട്ടു. സൂര്യൻ ഉടൻ തന്നെ മനുവിനെ തിരികെ വിളിച്ചു. ഫോൺ റിങ് ചെയ്തതും മനു പെട്ടെന്ന് അറ്റൻഡ് ചെയ്തു. മനു, അവൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. സാമുവൽ ഇവിടെയെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. തൃശ്ശൂരിലെ വെള്ളൂരിൽ അവർ താമസിച്ചിരുന്നതായിട്ടും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അനവദ്യ യഥാർത്ഥത്തിൽ അവരുടെ ഇര തന്നെയാണ്. സൂര്യൻ അവനോട് തുറന്നു പറഞ്ഞു. സൂര്യൻ പറഞ്ഞത് കേട്ടിട്ടും മനുവിന് പെട്ടെന്ന് അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഒരു നിമിഷത്തേക്ക് അവൻ അതെല്ലാം വിശ്വസിച്ചിരുന്നു.
എങ്കിലും സൂര്യൻ എടുത്തു ചോദിച്ചപ്പോൾ ഇതിലും വലിയ എന്തെങ്കിലും കള്ളക്കഥകൾ ഉണ്ടാകുമോ എന്ന് അവനൊരു നിമിഷം സംശയിക്കുകയും ചെയ്തു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.